നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പൈലറ്റുമാരുടെ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ നിരവധി വിവാദങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിലായി ഉയർന്നത് 56 വയസ്സുള്ള ക്യാപ്റ്റൻ സുമീത് സബർവാളിന് വിഷാദരോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ്. വിരമിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ അപകടം നടന്നത്. എയർ ഇന്ത്യ ക്രാഷ് ഇൻവെസ്റ്റിഗേറ്റർമാർ പരിശോധിച്ചു വരികയാണ്. 2022 അമ്മയുടെ മരണശേഷം വൃദ്ധനായ പിതാവിനെ പരിപാലിക്കുന്നതിനായി എയർലൈൻ വിടുന്നതിനെക്കുറിച്ച് സുമീത് ആലോചിച്ചിരുന്നുവെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15,000 മണിക്കൂറിലധികം പറക്കൽ അനുഭവ പരിചയമുള്ള പൈലറ്റ് അവസാനമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-നാണ് ക്ലാസ് 1 മെഡിക്കൽ പരീക്ഷ എഴുതിയത്. അദ്ദേഹത്തിന്റെ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുകയാണ്. അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ വിമാനത്തിലെ സാങ്കേതിക തകരാറിനേക്കാൾ പൈലറ്റുമാരുടെ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഉത്തരവാദിത്ത പൈലറ്റുമാരിൽ ചാരി അന്വേഷണം അവസാനിപ്പിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പൈലറ്റുമാരുടെ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറിനെ കുറിച്ചുള്ള അന്വേഷണം മുൻപോട്ട് പോകുന്നില്ല. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് യുഎസിലെ മാധ്യമങ്ങൾക്ക് ചോർന്നത് എങ്ങനെയാണെന്നും സംഘടനകൾ ചോദിക്കുന്നു. യുഎസിലെ ബോയിങ് കമ്പനിയെയും എയർ ഇന്ത്യയെയും രക്ഷിക്കുവാനുള്ള നീക്കമാണുവെന്ന് ആശങ്ക പ്രകടിപ്പിച്ച സംഘടനകൾ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം മുഴുവനായി പുറത്തുവിടാത്തത് ദുരൂഹമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. എഞ്ചിനുകൾക്കോ ബോയിങ് സിസ്റ്റത്തിനോ പ്രാഥമിക പരിശോധനയിൽ തകരാറില്ലെന്ന കണ്ടെത്തലിനെ സംഘടനകൾ തള്ളിക്കളയുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയതിനെപ്പറ്റി റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് പ്രസിഡന്റ് ചരൺവീർ സിംഗ് രൺധാവ പറയുന്നു. ഇലക്ട്രിക്കൽ സോഫ്റ്റ്വെയർ തകരാർ കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക. ബോയിങ് 737 ശ്രേണിയിലെ വിമാനങ്ങളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ലോക്കിംഗ് ഫീച്ചറിന്റെ അപാകത സംബന്ധിച്ച് 2018 യുഎസിലെ ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപകടത്തിൽപ്പെട്ട ബോയിങ് 787 വിമാനത്തിന് സമാന സ്വിച്ച് സംവിധാനമാണ്. സഹ പൈലറ്റ് ക്ലീവ് കുൻഡേറാണ് വിമാനം പറത്തിയതെന്ന് മനസ്സിലാക്കുന്നു. മുഖ്യ പൈലറ്റ് സുമീത് സബർവാളിന് മേൽനോട്ടവും. അവർ സ്വിച്ചുകളിൽ തൊട്ട് എന്നതിൽ റിപ്പോർട്ടിൽ മിണ്ടാട്ടമില്ല. അഥവാ തൊട്ടെങ്കിൽ തന്നെ കട്ട് ഓഫിൽ നിന്ന് റൺ പൊസിഷനിലേക്ക് മാറ്റാനായിരിക്കും. തനിക്ക് വിഷാദരോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്ന് നിരവധി എയർ ഇന്ത്യ പൈലറ്റുമാർ തന്നോട് വെളിപ്പെടുത്തിയതായി ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന സുരക്ഷാ വിദഗ്ധനായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ദി ടെലിഗ്രാഫിനോട് വെളിപ്പെടുത്തിയിരുന്നു. സുമീത് കഴിഞ്ഞ 3-4 വർഷമായി അദ്ദേഹം വിമാന സർവീസുകളിൽ നിന്ന് അവധി എടുത്തിട്ടുണ്ട്. അതിനായി അദ്ദേഹം മെഡിക്കൽ അവധിയായിരുന്നു എടുത്തത്. വിയോഗാനന്തര അവധിയും എടുത്തിരുന്നു. അമ്മയുടെ മരണശേഷം പിതാവിനെ പരിചരിക്കുന്നതിനായി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് താമസം മാറുകയായിരുന്നു. കുടുംബത്തിനായി പൂർണ്ണമായും സ്വയം സമർപ്പിക്കുന്നതിനായി എയർലൈൻ ജോലി പൂർണ്ണമായും ഉപേക്ഷിക്കുവാനാണ് അദ്ദേഹം ആലോചിച്ചിരുന്നത്. മുംബൈയിലെ പവായിലെ അയൽക്കാർ അദ്ദേഹത്തെ ഓർമ്മിച്ചത് ശാന്തനായ ഒരു മനുഷ്യനായിട്ടാണ്. വൈകുന്നേര നടത്തത്തിൽ അച്ഛനെ കൂടെ കൊണ്ടുപോകുന്നത് പലപ്പോഴും കാണാമായിരുന്നു. സ്നേഹനിധിയായ ഒരു മകനായിരുന്നു അദ്ദേഹമെന്നായിരുന്നു ഒരു അയൽവാസിയുടെ പ്രതികരണം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 പൈലറ്റുമാരും ഒരു പൈലറ്റിന്റെ മാനസിക ശാരീരിക ശേഷി വിലയിരുത്തുന്ന ക്ലാസ് അല്ലെങ്കിൽ മെഡിക്കൽ പരീക്ഷ പാസ്സായിട്ടുണ്ട്. വ്യോമയാന രംഗത്തുമായി ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് 28-കാരനായ ഫസ്റ്റ് ഓഫീസർ കുന്ദർ വന്നത്. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഫ്ലൈറ്റ് ക്രൂ അംഗമായിരുന്നു. കോക്പിറ്റിലേക്ക് മാറുന്നതിന് മുമ്പ് മുംബൈയിലെ മുംബൈ ഫ്ലൈയിങ് ക്ലബിൽ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് കോഴ്സിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. കുടുംബം ബോറിവാലിയിലേക്ക് താമസം മാറുന്നതിന് മുൻപ് തന്നെ കലീനയിലെ എയർ ഇന്ത്യയുടെ കോളനിയിൽ വളർന്ന അദ്ദേഹം തന്റെ കരിയറിന്റെ തുടക്കത്തിൽ 1100 മണിക്കൂർ പറക്കൽ നടത്തിയിരുന്നു. പൈലറ്റുമാർ വിമാനത്തെ അപകടത്തിലാക്കി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന അഭ്യൂഹങ്ങളെയൊക്കെ ഇന്ത്യൻ കൊമേഴ്സ് പൈലറ്റ് അസോസിയേഷൻ തള്ളുന്നുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആശങ്കയും രേഖപ്പെടുത്തി. അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഉൾപ്പെടുന്ന ഘടകം എയർ ഇന്ത്യ 2 തവണ മാറ്റിയതായാണ് അന്വേഷണ റിപ്പോർട്ട്. ടേക്ക് ഓഫ് സമയത്ത് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പ്രവർത്തനരഹിതമാകാൻ കാരണമായതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ വിവരം പുറത്തുവന്നത്. എയർ ഇന്ത്യ ബോയിങ് 787 വിമാനത്തിലെ പ്രധാന ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ, അതായത് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഉൾപ്പെടുന്ന ഘടകം, അപകടം സംഭവിക്കുന്നതിന് മുമ്പ് 2 തവണ മാറ്റിയെന്നാണ് വിവരം. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപകട സാധ്യതയില്ലെന്നും സുരക്ഷിതമാണെന്നും ബോയിങ് വ്യക്തമാക്കി. 2019-ലും 2023-ലുമാണ് ദി ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ മാറ്റിവെച്ചത്. അതേസമയം ബോയിങ്ങിന്റെ മെയിന്റനൻസ് പ്ലാനിംഗ് ഡോക്യുമെന്റിൽ പറയുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളാണിതെന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. ഓരോ 24,000 മണിക്കൂർ പറക്കലിനു ശേഷം ഈ യൂണിറ്റ് മാറ്റേണ്ടതാണെന്ന് ഡോക്യുമെന്റിൽ നിർദ്ദേശിക്കുന്നു. ജൂൺ 12-ന് പറന്നുയർന്ന വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തീഗോളമായി മാറുകയായിരുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ച് യൂണിറ്റ് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറുകയും 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാവുകയും ചെയ്തുവെന്നാണ് ദി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. ഇന്ധന സ്വിച്ചുകൾ 2 തവണ മാറ്റിയ കാര്യവും AAIB റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും അപകടവുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല.
AAIB അന്വേഷണത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകളെ തുടർന്ന് US ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ജൂലൈ 11 ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. റോയിട്ടേഴ്സിന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഇന്ധന നിയന്ത്രണ സ്വിച്ച് മാറ്റുന്നത് സുരക്ഷിതത്വത്തിന് പ്രശ്നമല്ലെന്നാണ് FAA വ്യക്തമാക്കുന്നത്. ഓപ്ഷണൽ 2018 ഇൻസ്പെക്ഷൻ എയർ ഇന്ത്യ നടത്തിയിരുന്നുവെങ്കിലും സേവനവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ നിർദ്ദേശങ്ങളും നിയമങ്ങളും എയർ ഇന്ത്യ പാലിച്ചിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ടേക്ക് ഓഫിന് ശേഷം ഇന്ധന സ്വിച്ച് എങ്ങനെ ഓഫായി എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അടുത്ത മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉയരുകയാണ്. വെറും 32 സെക്കൻഡുകൾ മാത്രമാണ് വിമാനം പറന്നത്. ബോയിംഗ് 787 വിമാനത്തിന്റെ എഞ്ചിനിൽ ഇന്ധനം എത്തിയതിനു വേണ്ടിയുള്ള സ്വിച്ച് ഓഫായിരുന്നുവെന്നും കണ്ടെത്തി. അബദ്ധത്തിൽ പോലും ഓഫാകാത്ത സ്വിച്ചാണിത്. വിമാനത്തിലെ ഇന്ധനം എഞ്ചിനിലേക്ക് എത്തിക്കുന്ന സ്വിച്ചും അവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നൊന്ന് പരിശോധിക്കാം. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകളാണിവ. വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യണം. മാത്രമല്ല, വിമാനം പറത്തുന്നതിനിടെ അടിയന്തര സാഹചര്യമുണ്ടായി എഞ്ചിൻ നിലച്ചാൽ ഇവ ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓൺ ചെയ്യും. ഇങ്ങനെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ളതിനാൽ അബദ്ധത്തിൽ കൈ തട്ടിയാൽ ഓഫ് ആകുന്ന തരത്തിലല്ല ഈ സ്വിച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇവ ഓഫാകുന്ന പക്ഷം പെട്ടെന്ന് തന്നെ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കും. വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായാണ് ഫ്യൂവൽ സ്വിച്ച് പ്രവർത്തിക്കുന്നതെന്നാണ് US വ്യോമയാന വിദഗ്ധൻ ജോൺ കോക്സ് പറയുന്നത്. ഒരു പൈലറ്റ് അനാവശ്യമായ സ്വിച്ചുകൾ കട്ട് ഓഫ് ചെയ്യില്ല, പ്രത്യേകിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന വേളയിൽ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും ജോൺ കോക്സ് പറയുന്നു. തകർന്നു വീണ ബോയിംഗ് 787 വിമാനത്തിന്റെ കോക്പിറ്റിൽ ത്രസ്റ്റ് ലിവറിന് താഴെയായാണ് 2 ഫ്യൂവൽ സ്വിച്ചുകൾ ഉള്ളത്. അറിയാതെ കൈത്തട്ടി സ്ഥാനം മാറാതിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല, ഈ സ്വിച്ച് പ്രവർത്തിക്കണമെങ്കിൽ പൈലറ്റ് സ്വിച്ച് മുകളിലേക്ക് വലിച്ചോ മുന്നോട്ടോ പിന്നോട്ടോ മാറ്റണം. മുന്നോട്ട് മാറ്റുമ്പോൾ റൺ പൊസിഷനിലും പിന്നിലേക്ക് മാറ്റുമ്പോൾ കട്ട് ഓഫ് പൊസിഷനിലും എത്തും. കട്ട് ഓഫ് പൊസിഷനിലെത്തി സ്വിച്ച് റിലീസ് ചെയ്താൽ എഞ്ചിൻ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കും. കോക്പിറ്റിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കകം ഈ സ്വിച്ചുകൾ ഓഫായി. റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറി. 1 സെക്കൻഡിന്റെ ഇടവേളയിലാണ് സ്വിച്ച് ഓഫായത്. ഇതോടെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിലച്ചു. തുടർന്ന് ഉയരാൻ ആവശ്യത്തിനുള്ള സമ്മർദ്ദം ലഭിക്കാതെ വിമാനം നിലംപതിക്കുകയായിരുന്നു. സ്വിച്ച് ഓഫ് ആയെന്ന് ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റുമാരിൽ ഒരാൾ എന്തിനാണ് ഇത് കട്ട് ഓഫ് ആക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. അത് താനല്ല ചെയ്തതെന്നാണ് മറ്റേയാൾ മറുപടി നൽകിയത്. ഈ സംഭാഷണം വോയിസ് റെക്കോർഡറിൽ നിന്ന് ലഭിച്ചു. സംഭാഷണത്തിനിടെ പൈലറ്റുമാരിൽ ഒരാൾ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നെങ്കിലും റീസ്റ്റാർട്ട് ആകുന്ന സമയത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാന അപകടത്തിലെ അട്ടിമറി സാധ്യത ബലപ്പെടുത്തുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ. അബദ്ധത്തിൽ പോലും ഓഫാകാത്ത സ്വിച്ച് ഓഫായതാണ് സംശയം വർദ്ധിപ്പിക്കാനുള്ള കാരണം. വിശദമായ അന്വേഷണത്തോടെ എയർ ഇന്ത്യയും ബോയിംഗ് കമ്പനിയും സഹകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.